ഓണ സദ്യ കഴിക്കാനുള്ള സമയമായി. ഇവന്മാർ ഇത് എവിടെ പോയി കിടക്കോ? മോളെ, അപ്പ ഇന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. അങ്കിൾമാർ വരുവാണെങ്കിൽ ഡോറും തുറന്നു കൊടുക്കണേ. അപ്പ എന്തിയ മക്കളെ? എന്താണ് പ്രശ്നം? എന്ത് വിട്ടായിരിക്കും? ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും. 1 2 3 4 5 പേടിപ്പിച്ച് കളഞ്ഞ ആരാണത്? ചേട്ടായിയേ. അശ്വിൻ, കയറി വേടാ. ചേട്ടായി, ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ കോളേജിലെ ഓണാഘോഷത്തിന് പടം വലിക്കാനുള്ള വട എടുക്കാൻ വരുമെന്ന്? അത് ഗരാജിൽ എടുത്ത് വെച്ചിട്ടുണ്ടടാ. പിന്നെ എങ്ങനെ പോകുന്നടാ ഇവിടുത്തെ കോളേജ് ജീവിതമൊക്കെ? മനുഷ്യനിവിടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോ ആകെപ്പാടെ കൺഫ്യൂഷനാ. എടാ, ഇപ്പൊ കൺഫ്യൂഷൻ അടിച്ചാലേ ഫ്യൂച്ചറിൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ പറ്റും. നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ക്യാമ്പസ് ലൈഫിലെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്ക്. നിനക്കറിയാമോ, ഞങ്ങൾ നാട്ടിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു ദ റിയൽ കോളേജ് ലൈഫ്. തുടങ്ങി കത്തി. എന്താണ് മോനെ? ഒന്നുമില്ല ചേട്ടായി, പോകുന്ന വഴിക്ക് ഒരു കത്ത് അയക്കാനുണ്ടെന്ന് പറയായിരുന്നു. അതൊന്നും സാരമില്ല. നീ ഇത് മൊത്തം കേട്ടിട്ട് പോയാ മതി. നിനക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്നുമില്ല ചേട്ടായി, പറഞ്ഞോ. എടാ ആദി, നീ ഓർക്കുന്നുണ്ടോടാ നമ്മുടെ പഴയ കലാലയ ജീവിതം? എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നത്. പിന്നെ മറക്കാൻ പറ്റുവളിയാ? നീ എന്ത് വൃത്തിയാടാ ഈ ആലോചിക്കുന്നത്? ഓ സോറി. ഒരു നിമിഷം ഞാൻ ഹോസ്റ്റലിൽ പ്ലേ ചെയ്ത സിനിമയുടെ ഓർമ്മയിലേക്ക് പോയി. സാരമില്ല, നമുക്കിനി കോളേജിലേക്ക് പോവാം. ചേട്ടായി, ഒന്ന് നിന്നേ. നിങ്ങൾ കോളേജിലെ ഫ്ലാഷ് ബാക്ക് സീനിലേക്ക് പോവാണോ? അതും ഈ രൂപം വെച്ചോണ്ട്, ഈ പ്രായത്തിൽ? വൈ നോട്ട്? ഞങ്ങളുടെ ഫ്ലാഷ് ബാക്കിൽ ഞങ്ങളല്ലാതെ പിന്നെ ആര്? പിന്നിച്ചിരി ഗ്രേ ഹെയർ, അത് ഡൈറ്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് ആക്ടിങ്ങിൽ പിടിക്കാം. അതെ, ലാലേട്ടൻ പറയുന്നത് പോലെ ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് മേക്ക് ബിലീവ്. കമോൺ, എല്ലാവരും വാ, നമുക്ക് നേരെ പോയി ഫ്ലാഷ് ബാക്കിലേക്ക് ലാൻഡ് ചെയ്യാം. ക്യാമ്പസ് ലൈഫ് പുസ്തകങ്ങളും പരീക്ഷകളും മാത്രമല്ല. സൗഹൃദം, പ്രണയം, വിരഹം, തമാശ, പിണക്കം, പിരിമുറുക്കം ഇവയെല്ലാം ഇടകലർന്ന ഒരു യാത്രയാണ്. നടന്നു തീർന്ന വഴികളിൽ എഴുതിത്തീരാത്ത കഥകൾ ഇനിയുമുണ്ടേറെ. പഠിച്ചിരുന്ന കാലത്തില്ലാത്ത ഭംഗിയാണ് പടിയിറങ്ങിയതിൽ പിന്നെ ഓരോ കലാലയത്തിനും. അന്ന് പോകാൻ മടിച്ച ആ ക്ലാസ് മുറികളാണ് ഇപ്പോൾ ഏറ്റവും അധികം പോകാൻ കൊതിക്കുന്ന ഇടം എന്ന തിരിച്ചറിവോടെ ഒരു വട്ടം കൂടി, ഒരിക്കൽ കൂടി നമുക്കൊരുമിച്ച് ഓർമ്മകളുടെ ആ വരാന്തയിൽ ചെന്നിറങ്ങാം. കഴിഞ്ഞു പോയ കാലം ഇതുപോലെ കേട്ട് കഴിഞ്ഞാൽ തുള്ളാൻ തോന്നണം. കൊമ്പുടു കുഴലെടുമാളോരെ, ഇനി തണ്ടെടു തടയട മേലോരെ. കൊമ്പുടു കുഴലെടുമാളോരെ, ഇനി തണ്ടെടു തടയട മേലോരെ. തുടി തുടി ഇലകണ് വെള്ളം, ഇനി തിരകളിൽ ഉണരണമുള്ളം. കൈലാസം, ഇനി കൈലാസം, ഈ വർണ്ണ ലോകം ഒരു കൈലാസം. തുടികളെ തിരകളെ, തുടികളെ വെൺതിരകളെ, പൊന്നുടവാൾ മുനയാൽ ഉലകിൽ നിറയനൊരിന്ദ്രമേഘവർഷം. ഹേ താളമേളഘോഷം. നിഷാൽ, അല്ല ഇതാരാണ്? യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ, പുതിയ അഡ്മിഷനാ? എന്നാ നമ്മുടെ ആദ്യത്തെ എര ഉപ്പൻ തന്നെ ആയിക്കോട്ടെ. എടാ ആദി, വേണ്ടടാ, ഇതെന്റെ അനിയനാടാ. വെറുതെ അല്ല പൊതിഞ്ഞു പിടിച്ചോണ്ട് കൂടെ തന്നെ കൊണ്ട് നടക്കുന്നത്. ഇവനിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇവനാണ് സക്കറിയ ജോസഫ്. കച്ചറക്കറിയ എന്നാണ് അറിയപ്പെടുന്നത്. വെറും കച്ചറയാ. വെറും പുരുത്തം കെട്ടവനാ. ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ വെറുത്തു പോയവനാ. തലതെറിച്ചവനാ, പണ്ട് കുറി നടത്തിയവനാ. കുറി പൊളിഞ്ഞപ്പോ തെറിയും കേട്ട് നാട് വിട്ടവനാ. ഇവൻ രതീഷ് നീലകണ്ഠന്റെ ടീമാണ്. ജൂനിയേഴ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. നീ ഫസ്റ്റ് ഇയർ ആണോ? കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. എടാ, അണ്ണന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായടാ? അത് പറയാൻ നീ ആരാടാ? ഷാജിയേട്ടന്റെ പയ്യനാ. ഒരുപാടങ്ങ് ഓലത്തല്ലേ. അണ്ണാ, പോലീസ് വരുന്നു. യുവമാർക്ക് എങ്ങനെ മനസ്സിലായി ഇപ്പൊ ഇവിടെ അടി നടക്കാൻ പോവാന്ന്? നീ പറഞ്ഞു മനസ്സിലാക്കൂ, ഞാൻ വക്കീലുമായിട്ട് വരാം. കണ്ടോ പോലീസിനെ കണ്ടപ്പോ നൈസായിട്ട് മുങ്ങിയത് കണ്ടോ?
പോലീസ് എസ്കോർട്ടിൽ വരാൻ ഇവളാരാണ്? വല്ല കൊലപ്പുള്ളിയോ മറ്റോ ആണോ? ആ ബസ്റ്റ് സെൻട്രൽ ജയിലിൽ നിന്നൊരു പുതിയ അഡ്മിഷൻ. അതിന്റെ ഒരു കുറവും കൂടെ ഈ കോളേജിന് ഉണ്ടായിരുന്നുള്ളൂ. ഓ, ഇവളുടെ ഒക്കെ ഒരു യോഗം. ജയിലിലാണെങ്കിൽ എന്താ, കോളേജിൽ വന്ന് പഠിക്കാലോ, അതും സർക്കാർ ചെലവില്. സാറേ ഇത് ഏത് കേസിലെ പ്രതിയാ സാറേ? ആഭ്യന്തരമന്ത്രി ലാഹിൽ ബക്കച്ചൻ സാറിന്റെ മകളാ അത്. അയ്യോ സാറേ, മന്ത്രിയോട് പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ്. സാറേ ക്യാൻറ്റീനിൽ നല്ല ചൂടുണ്ടംപൊരിയും സവാള വടയുണ്ട്, കഴിച്ചിട്ട് പോകാം സാറേ. പടപടാ പോയി വല്ലതും പഠിക്കാൻ നോക്കടാ. പോ പോ പോ. ഹോ, പോലീസ് പോയി. ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചിട്ട് അവനങ്ങനെ മിടുക്കനായിട്ട് പോകണ്ട. രതീഷ് നീലകണ്ഠന്റെ ബലത്തിൽ അവന്റെ കളി. ഞാൻ പോയി കൊക്കിന്റെ ടീമിനെ ഇളക്കി വിടട്ടെ. ഇവന്മാർക്കുള്ള പണി അവന്മാര് കൊടുത്തോളൂ. ആ, അതിനൊരു തീരുമാനമായി. ഇനിയിപ്പോ ഇവിടെ ഒരു യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. അവർ ഇവിടുത്തെ സീനിയേഴ്സ് ആണോ ചേട്ടാ? രതീഷ് നീലകണ്ഠനും ഷാജിയും. ആഹാ, നിന്റെ ചേട്ടൻ നിനക്ക് ഇവിടുത്തെ കഥകളൊന്നും പറഞ്ഞു തരാതെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇല്ല, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ആ, അത് അവൻ ചിലപ്പോ നീ വരുന്നതിന് മുമ്പേ പേടിക്കണ്ടെന്ന് വിചാരിച്ചു കാണും. എന്നാ ഇപ്പൊ തന്നെ പേടിപ്പിച്ചേക്കാം. രതീഷ് നീലകണ്ഠൻ ആൻഡ് ഷിൻഡോ ഷാജി കൊക്കാടൻ. കൊക്ക് ഷാജി എന്നാണ് വിളിപ്പേര്. അവർ ഈ കോളേജിലെ പരസ്പര വിരോധികളായ രണ്ട് ധ്രുവങ്ങളാണ്. ഓരോ ദിവസവും ഇന്ന് പരസ്പരം തല്ലാൻ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചാണ് കോളേജിലേക്ക് വരുന്നത് തന്നെ. രണ്ടു കൂട്ടരും കണ്ടുമുട്ടിയാൽ അപ്പ അടിയും ബഹളവും സമരമാണ്. ആക്ച്വലി എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? അയ്യോ, ആഴ്ചയിലല്ല, ഇവന്മാര് തമ്മിൽ ഡെയിലി പ്രശ്നമാണ്. ആ, കണ്ടിന്യൂ. പോലീസും പട്ടാളവും ഒന്നും ഇവന്മാർക്കൊരു വിഷയമല്ല. കാരണം ഇവന്മാരെ തീറ്റിപ്പോറ്റുന്നതും വളർത്തുന്നതും ഇവിടുത്തെ രണ്ട് പ്രോമിനന്റ് രാഷ്ട്രീയ പാർട്ടികളാണ്. അതും അവരുടെ ലാഭത്തിനു വേണ്ടി. രതീഷ് നീലകണ്ഠൻ SFIയുടെ നേതാവാണെങ്കിൽ കൊക്ക് ഷാജി KSUവിന്റെ നേതാവാണ്. രണ്ടു പേരും തനി രാഷ്ട്രീയ ഗുണ്ടകളാണ്. ഇപ്പൊ നീലകണ്ഠന്റെ കൂടെ ഉള്ളവര് കേറി ചൊറിഞ്ഞത് ചോദിക്കാൻ കൊക്കും ടീമും കൂടി ഒരു വരവുണ്ട്. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് 3ാം ലോക മഹായുദ്ധം ആയിരിക്കും. ആര്? കൊക്കോ? കൊക്കല്ല, ചിക്സ്. ആ, ഇവളുമാരായിരുന്നു. അവളുമാരെന്നെ കാണണ്ട, ഞാൻ അങ്ങോട്ട് മാറും. ഋതുപോയി. ഇത് സീനിയേഴ്സ് ആണോ ചേട്ടാ? വെറും സീനിയേഴ്സ് അല്ല, ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് കാറ്റാസ്ട്രോഫിക് ലേഡി ഗാങ് ഓഫ് ദിസ് കോളേജ്. ആ നടുക്ക് നിൽക്കുന്നവളാണ് ട്രീസ, ഈ ഗാങ്ങിന്റെ ലീഡർ. പ്രിൻസിപ്പാളിന്റെ ചേച്ചിയുടെ മോള. അതിന്റെ എല്ലാ അഹങ്കാരവും ഉണ്ട് അവൾക്ക്. പരമസുന്ദരികളാണെന്ന വിചാരം. എല്ലാരും ഗെറ്റ് നമ്മുടെ ഇൻട്രോ മ്യൂസിക് വരുന്നു. മതി ഇത് ഞങ്ങളുടെ ഇൻട്രോയാ. നിങ്ങൾ അങ്ങനെ കേറി ഷൈൻ ചെയ്യണ്ട. ട്രീസ, അടുത്തത് നിങ്ങളുടെ ഡാൻസ് ആണോടി? ആണെങ്കിൽ ഇപ്പൊ നിനക്കെന്താ? ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണം. ആ, ചിലപ്പോ വേണ്ടി വരും. ഒന്ന് പോടാ, ഈ അധികാരം നിന്റെ വീട്ടിൽ കൊണ്ട് കാണിക്കും. പിന്നൊരു കാര്യം, നിങ്ങളുടെ കൂട്ടുകാരന് സസ്പെൻഷൻ കിട്ടിയതിന്റെ ചൊരുക്ക് തീർക്കാൻ അവിടെങ്ങാനും വന്ന് പ്രശ്നം ഉണ്ടാക്കിയാറുണ്ടല്ലോ, സസ്പെൻഷൻ ഡിസ്മിസലാകും. അമ്പടി, നിന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തതിന്റെ പേരിൽ പ്രിൻസിപ്പൽ ആന്റിയും മരുമോളും കൂടെ കള്ളക്കേസ് ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്തതല്ലേടി അവനെ. അവൻ തിരിച്ചു വന്നിട്ട് മിണ്ടാതിരിക്കുന്നതേ നിന്നെ ഒന്നും പേടിച്ചിട്ടല്ല, ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. അയ്യോടാ, ഞങ്ങളുടെ ഡാൻസിന്റെ ഇടയ്ക്ക് അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലോ, പ്രിൻസിപ്പലിന്റെ അടുത്തൊന്നും പോവണ്ട, ഞങ്ങള് നേരിട്ടങ്ങ് തീർക്കും. ഒന്ന് പോടി. നീ പോടാ, നിന്നെക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് കൊഞ്ഞനും കുത്താൻ അറിയാമടാ. ഇങ്ങനെയാണ് ഈ കളിക്ക് ഞാനില്ല, പോ. എടാടേ, ജൂനിയേഴ്സ് പിള്ളേർ വരുന്നു. നമ്മളുടെ കലാപരിപാടികൾ തുടങ്ങാൻ സമയമായി. ആ, കേറി വാ. കമാൺ. ആ, തുടക്കം തന്നെ മന്ത്രിയുടെ മകളായിക്കോട്ടെ. ചേട്ടാ, ഇതിലേ പോയ ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുമോ? ഇതിലെ പോയാലേ പോകാൻ പറ്റൂ. എന്താ പേര്? സ്റ്റെല്ല. നിന്റെ പേരെന്താ? ആര്യ നമ്പൂതിരി. ആര്യംപൂരിന്ന്? ഏതിലെത്തിയ? മേമന ഇല്ലത്തെ വാമന നമ്പൂരിയാണോ കുട്ടിയുടെ അച്ഛൻ? ആണെങ്കിൽ തനിക്കെന്താ? ഹൈ, മൂക്കത്താണല്ലോ കുണ്ടി. ശുണ്ടി. സീനിയേഴ്സിനോട് കുറച്ച് ബഹുമാനമൊക്കെ ആവും. പാട്ട് പാടും നീ? പാട്ട് പാടാൻ അറിയാം. അതിനത് ചിരിക്കണത്? ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. ഏത് പാട്ടാ പാടാ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതൊന്ന് കാസ്റ്റ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കൂ. എനിക്ക് ഞാൻ എന്റെ ഫേവറേറ്റ് സോങ് പാടാം.
പടവേ കടിക്കോ ഇതിന്റെ സ്വിച്ച് എവിടെയാണോ? അയ്യോ അതേടാ പ്രിൻസിപ്പൾ അമ്മച്ചി വരുന്നു. പട്ടാപ്പകൽ പീഡനമോ? അതും എന്റെ കോളേജിലെ? ഏയ് അല്ല അമ്മച്ചി, സോറി മാഡം. പീഡനമൊന്നും അല്ല മാഡം, ഞങ്ങൾ ഈ പുതിയ പിള്ളേരെ ഒന്ന് പരിചയപ്പെടുമായിരുന്നു. അല്ലേ കുഞ്ഞുങ്ങളെ? അതെ മാഡം, അതെ അതെ. മതി മതി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പരിചയപ്പെട്ടതൊക്കെ മതി. ഇനി എല്ലാരും പിരിഞ്ഞു പോണം. വാ നമുക്കിനി പ്രോഗ്രാം നടക്കുന്നിടത്ത് പോയി അലമുണ്ടാക്കാം. ലൊക്കേഷൻ ചേഞ്ച്. എടാ നിക്ക്, രതീഷ് നീലകണ്ഠനെ പൂട്ടാനായിട്ട് കുക്കിന്റെ ടീം പോയിട്ടുണ്ട്. ആദ്യം യുവമാരുടെ മാസ് എൻട്രി ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാം നടക്കുന്നിടത്ത് പോവാം. എടാ രതീഷ്, നിന്റെ നെകളിപ്പ് ഇന്നോട് തീർന്നടാ. നിന്റെയൊക്കെ നേതാവ് കൊക്ക് എവിടെ പോയി ഒളിച്ചിരിക്കുവാടാ? ഷാജിയേട്ടൻ കറക്റ്റ് സമയത്ത് എൻട്രി ആയിക്കോളും. നീ ഇപ്പൊ ഇത് പിടിക്കും മോനെ രതീഷേ. സംസാരിച്ച് നിൽക്കാതെ കൊടുക്കവനിട്ട്, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ തുടങ്ങാം. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ ആന പിണ്ടത്തെ. രതീഷണ്ണ കൊക്കു വന്നു. കൊക്കെല്ലാം പറന്നുപോയി പുഞ്ചക്കണ്ടം തന്നിരുന്ന് കൊത്തിട്ടും പറക്കിട്ടും തിന്നുന്ന കൊക്കേ തികിട്ടേ. ഈ പുരുഷാരം നോക്കി നിൽക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവുക, പട്ടിയെ തല്ലും പോലെ. ഉറപ്പിക്കാമോ? ഇത്രയും പേരെ ഉള്ളടാ, അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവർ നിൽക്ക്, ഇല്ലാത്തവർ ഓടിക്കോ. ആഹാ, എന്നാ ഇന്ന് പിടിച്ചോ. പ്രിൻസിപ്പൾ അമ്മച്ചി. രതീഷ് നീലകണ്ഠ, ഇപ്പോഴാണ് ഈ പേര് കറക്റ്റ് ആയത്. ഇനഫ് ഓഫ് ദിസ് നോൺസെൻസ്. ഒന്നുകിൽ മര്യാദയ്ക്ക് പോയിരുന്ന പ്രോഗ്രാം കാണും, അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ ക്യാമ്പസിന് പുറത്താക്കും. അയ്യോ വേണ്ട മാഡം, നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ലൊക്കേഷൻ ചേഞ്ച്. അടുത്ത ഒരു ഡാൻസ് ആണ്. ഇവളുമാരുടെ എല്ലാ അഹങ്കാരവും ഇന്നുകൊണ്ട് തീരും. അതിനുള്ള സകല മാസ്റ്റർ പ്ലാനും റെഡിയാണ്. എടാ എന്താ പ്ലാൻ? എന്താ? എടാ അതൊക്കെ സെറ്റാണ്. നില്ല, നീ പ്ലാൻ പറഞ്ഞിട്ട് പോയാ മതി. അത്രേ ഉള്ളൂ. എടാ ഇതൊക്കെ വർക്കൗട്ട് ആകുമോ? ട്രസ്റ്റ് മീ അളിയ, ഇന്ന് നമ്മൾ പൊളിക്കും. അവളുമാർക്ക് ഇനി സ്റ്റേജ് കണ്ട ട്രോമയായിരിക്കും. എടാ രതീഷ് അണ്ണനും നമ്മുടെ കൂടെ ഡാൻസ് കളിക്കണം. ഇവനോട് ആരാ നമ്മൾ സ്റ്റേജിൽ കയറുന്ന കാര്യം പറഞ്ഞു? എന്തായാലും ആയിട്ട് കയറി. ആഹാ, അത് പറ്റത്തില്ല. ഇവൻ കയറുവാണെങ്കിൽ എനിക്കും കയറണം സ്റ്റേജിൽ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇനി കേട്ടില്ലേ പണിയാകും. എന്തെങ്കിലും ആയിട്ട് കേറ്. ഇനി നിന്റെ അനിയനെ മാത്രമായിട്ട് എന്തിനാ കേറ്റാതിരിക്കുന്നേ? നീയും കേറിക്കോടാ. ആരെങ്കിലും ചോദിച്ചാ ശരിക്കും സീനിയർ ആണ്, ജൂനിയർ ആയിട്ട് അഭിനയിക്കുവാന്ന് പറഞ്ഞാ മതി. ഓക്കെ ആദ്യം ഇവളുമാരുടെ ഡാൻസ് കഴിയട്ടെ. ആഹാ, ഈ പുതിയ പിള്ളേരെ ലേഡി ഗാങ് ചേർത്തോ? ഒന്ന് പോടാ. ഈ കിഴങ്ങന്മാരെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിങ്ങൾ ആ വായി നോക്കിയുള്ള മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, എല്ലാം സെറ്റല്ലേ? നാളെ എടുത്തോ. ഫ്രീ ചെയ്താ. ടീം ദാബ ഗേൾസ് ഓൺ സ്റ്റേജ്. இந்த பஞ்சாயத்திலே ஹுங்கு பெருத்தவள் அறிவளோ, அந்த துஞ்சாரத்துள்ள கொம்பത്തെ വമ്പത്തി അറിവളോ, പണ്ടു ആദാമിനെ കൊണ്ടാപ്പിലു തിത്തിച്ച പെണ്ണിവളോ, അന്നേ അണിന്റെ വാരിയിൽ ഉരിക്കാൻ വന്നൊരു പെണ്ണിവളോ. കൊഞ്ചം വിവരക്കേടും കാമ്പും പിന്നെ അഹന്ത വേരും കൂമ്പും
എന്നും ഉരുട്ടി കുഴച്ചു കഴിച്ചു കൊഴുത്ത പെണ്ണിവളോ 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 പെണ്ണിവളോ. നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേടാ? Hey, who allowed you inside? How dare you come back in front of me? Excuse me. What's happening here? What's the matter? What's wrong with you? Just get lost. Hey, Humpty Dumpty sat on a wall. Twinkle twinkle little star. How I wonder what you are. You buffoon. കുറച്ച് common sense use ചെയ്തൂടെ? എന്നോട് കളിച്ച ഒലിച്ചെടുത്ത് കൂമ്പിലിടിച്ച് ചവിട്ടുകൊണ്ടി. എനിക്കൊന്നും കേൾക്കണ്ട. Please get out of here. ആഹാ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതെ, ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാമോ? അവള് പേടിച്ചു പോയി. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. മുകളിലത്തെ പണി തീർന്നു, താഴത്തെ പണിയും തീർന്നു. അത് കണ്ണ് തള്ളിയിരിക്കണ അറിയാം. എടുത്തോണ്ട് പോക്കോ ഇങ്ങനെ. വീണ്ടും നിങ്ങളോ? പ്രിൻസിപ്പൾ എന്ന് വിളിച്ചേ. ഞാനാണ് പ്രിൻസിപ്പൽ. എന്താണ് സാർ? ഹലോ, എൻ്റെ പേര് നന്ദഗോപാൽ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇത് ഫിറോസ് SI. ഞങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡിൽ നിന്നാണ്. എനി ഇഷ്യൂസ് ഇൻസ്പെക്ടർ? ഹോം മിനിസ്റ്റർ ലാഹൽ വക്കച്ചൻ സാറിന്റെ മകൾ സ്റ്റെല്ല ഒന്ന് വിളിക്കാമോ? എടോ, സ്റ്റെല്ലിനെ ഒന്ന് വിളിച്ചേ. സ്റ്റെല്ലിനെ പിക്ക് ചെയ്യാൻ വന്നതാണോ ഇൻസ്പെക്ടർ? അല്ലല്ല. മറ്റെന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസ്? ആഭ്യന്തരമന്ത്രി ഗുണ്ടാക്ടിൽ ഒപ്പുവെച്ച കാര്യം നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ. അതേ തുടർന്ന് കർമ്മനിരതരായ കേരള പോലീസ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സകല ഗുണ്ടകളെയും പിടിച്ച് ഐക്യുള്ളിലാക്കി കഴിഞ്ഞു. ഈ നടപടി പുറത്തുള്ള അവരുടെ ശിങ്കടികളെയും ഗുണഭോക്താക്കളെയും പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. ഓക്കെ ഫിറോസ്, യു ഗോ ഹെഡ്. അകത്ത് കിടക്കുന്ന ഗുണ്ടകളെ രക്ഷിക്കാൻ പുറത്തുള്ളവർ മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയേക്കാം എന്ന രഹസ്യ അന്വേഷണ ഏജൻസിയിൽ നിന്നും ലഭിച്ച ഇൻഫർമേഷനെ തുടർന്ന് ശ്രീ ലാഹേൽ വക്കച്ചൻ തന്റെ മകളെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വരുന്നത് വരെ മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. എത്തിയല്ലോ. ഹായ് മോളെ, പേടിക്കാനൊന്നുമില്ല. മോളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മന്ത്രി ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വരൂ സർ, നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം. ഓക്കെ, താങ്ക് യു മാഡം. കുട്ടികളെ, നിങ്ങൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തോ? കാഴ്ചയുടെയും കേൾവിയുടെയും ആസ്വാദനത്തിന്റെയും ആഘോഷത്തിമിർപ്പിൽ പ്രൗഢഗംഭീരമായി അരങ്ങേറുന്ന ഫെസ്റ്റിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അവരവിടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യട്ടെ, നമുക്കിവിടെ നിൽക്കാം. ആശ എവിടെ? വല്ലപ്പോഴും ഇവിടെ ആ ഗാങ്ങിന്റെ കൂടെ അല്ലാണ്ട് ഒറ്റയ്ക്ക് കിട്ടാറുള്ളൂ. ഞാനൊന്ന് മുട്ടിയിട്ട് വരാം. സോറി, ഞാൻ കണ്ടില്ല. ഇതിനൊക്കെ എന്തിനാണ് സോറി ആശ? ഇതൊക്കെ ഒരു രസമല്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പോയി ഇരിക്കാൻ വരാം. എന്താ ആശ, നല്ല രസത്തിൽ ഞാൻ ഒന്നുകൂടെ വരാം. വേണ്ട വേണ്ടെന്നേ, വേണ്ട, ഞാൻ വരാം. വേണ്ട. ഇവളെന്നെ ജാക്കി സ്ട്രഫ് ആക്കും. ആഹാ, ഇത്തവണ മന്ത്രി ഉണ്ടല്ലോ. വരണം സാർ. മന്ത്രിയുടെ മകൾ സ്റ്റെല്ലയെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മാറിക്കേ, ഞാനാണ് ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ. സ്റ്റെല്ല സാർ അയച്ച സർക്കിൾ ഇൻസ്പെക്ടറിന്റെയും SIയുടെയും കൂടെ ഓഫീസ് റൂമിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ ആരെയും അയച്ചിട്ടില്ല. ദൈവമേ, അപ്പോൾ നേരത്തെ വന്നത് ആരാണ്? നോ 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 നോ, ആവേശം വേണ്ട. നിന്റെ വിരളം നനങ്ങിയാൽ മന്ത്രിയുടെ മകളുടെ തലയിൽ ഓട്ട വീഴും. വരണം മിസ്റ്റർ ഹോം മിനിസ്റ്റർ. ഇനി നമുക്ക് കുറച്ച് ബിസിനസ് സംസാരിക്കാം. പോലീസുകാരെല്ലാം പുറത്തു പോകണം. ഔട്ട് ഔട്ട് ഔട്ട്, ഒള്ളി മന്ത്രി. യു വെയിറ്റ് ഔട്ട്സൈഡ്, ഐ കാൾ യു. പറയേ, എന്നാ വേണം നിനക്ക്? ടെൽ മീ യുവർ പ്രൈസ്. എടോ ലാഹൽ വക്കച്ച, താൻ ആ മന്ത്രി കസേൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഗുണ്ടാക്കിൽ ഒപ്പുവെച്ച് തള്ളിയപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് താൻ വിചാരിച്ചു കാണത്തേയില്ല. ഇനി തനിക്ക് തന്റെ മകളെ തിരിച്ചു വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. താനും തന്റെ പീറ പോലീസുകാരെ കൂടെ പിടിച്ച് അകത്തിട്ടിരിക്കുന്ന ഞങ്ങളുടെ സകല ആൾക്കാരെയും ഇന്ന് തന്നെ പുറത്തിറക്കണം. അധികാരം അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെ ഇന്ന് വരെ നീ വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന അധികാരം, അതിങ്ങനെ ഓരോന്നായി നഷ്ടപ്പെടുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പോവാ. നീ ചെയ്തതിനൊക്കെയും
നിന്നോട് ഞാൻ പകരം ചെയ്യും. ദാണ്ടെ ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് സംസാരിക്കുന്നത് സാക്ഷാൽ ലാഹേൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യനാ. ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. ഗുണ്ടായുസത്തിൽ നിന്റെ സ്റ്റാർ വാല്യൂ കണ്ടിട്ടൊന്നുമല്ല ലാഹേൽ വക്കച്ചൻ നിന്നെ ഇങ്ങനെ കുഴമ്പിട്ട് തിരുമ്പി സൂചിപ്പിച്ചത്. എടാ അതോ ലോകം, ഇപ്പത്തെ രണ്ടെണ്ണം കണ്ടില്ലേ നീ? വക്കച്ചന്റെ രണ്ട് മുഖങ്ങള്. ഇനി ഇതും കൂടാതെ മൂന്നാമതൊരെണ്ണം കൂടി ഉണ്ട് വക്കച്ചന്, മൂന്നാമതൊരു മുഖം. നിന്റെ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ, അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും. അതങ്ങ് ബോംബെയില്. ഈ ലാഹേല് വക്കച്ചൻ തിരുവനന്തപുരത്തു നിന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ ഒലത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിട്ടല്ല. എടാ ദാണ്ട് ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് കണ്ടിട്ടുണ്ടാ ഈ ലാഹേൽ വക്കച്ചൻ അങ്ങ് പൂഞ്ഞാറ്റില്, എന്റെ നാട്ടില്. കൈ വിടാ വക്കച്ചൻ സാർ പ്ലീസ്. വക്കച്ചൻ സാറോ? നിന്നെ ഏത് പള്ളിക്കൂടത്തിലാണ് വക്കച്ചൻ പഠിപ്പിച്ചത്? ഈ സ്റ്റേറ്റിന്റെ മുഴുവൻ പോലീസിനെയും ദാണ്ടിങ്ങനെ ചൂണ്ടുവിരലിട്ട് കറക്കുന്ന ഹോം മിനിസ്റ്റർ ലാഹേൽ വക്കച്ചന് 24 നാഴിക നേരം തികച്ചു വേണ്ട നിന്നെ പായും തലയണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി നാട് കടത്താൻ. പക്ഷെ അത് വേണ്ടടാ. നിർത്തടോ തന്റെ പ്രസംഗം. ലക്ഷ്യം നടത്തിയെടുക്കാനുള്ള ചങ്കുറപ്പും എല്ലുറപ്പും ഉണ്ടായിട്ട് തന്നെയോടെ ഇറങ്ങി തിരിച്ചത്. ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തനും വരില്ല. എനിക്കറിയാടോ അത്. കാട്ടുകൊമ്പനോട് മല്ലയുദ്ധം പാടില്ല, വാരിക്കുഴി ഒരുക്കണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി. മോളെ മോളെന്തിയടോ? മോളിങ്ങോട്ട് വന്നേ. അപ്പൊ ഇതാരാ? കേരള പോലീസ് നിനക്ക് വെച്ച ആപ്പ്, പോലീസ് സേനയിലെ പുലിക്കുട്ടി, നിന്നെ പോലെയുള്ള നരാധമന്മാരുടെ മുകളിൽ കാട്ടുതീ പോലെ ഇറങ്ങി ഭസ്മമാക്കാൻ കേരള പോലീസ് ഇറക്കിവിട്ട ദ ബെസ്റ്റ് അണ്ടർ കവർ IPS ഓഫീസർ. പോലീസുകാരെ സ്റ്റേഷനിൽ കയറി തല്ലിയിട്ടുണ്ട്, മുതലാളിമാരെ വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഇത്രയും വലിയ ഇടി കിട്ടിയിട്ടില്ല. ഓ, ശത്രുക്കൾ ഇടിക്കുന്ന പോലെ ഇടിച്ച് പപ്പടാക്കിയത്. എന്താ കുട്ടിയുടെ പേര്? ടിന്റുമോൾ PP IPS. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. രണ്ടിനെയും തൂക്കിയെടുത്ത് വണ്ടി കയറ്റും. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ നിന്നെ തന്നെ വയസ്സായിട്ട് ഇക്കിളി മാറിയടാ. ആദ്യം മാറ്റി സൈഡിൽ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി. വെൽക്കം ബാക്ക് ടു ദി റിയാലിറ്റി. ഇതാണ് ഞങ്ങളുടെ കോളേജിലെ ഗ്രൂപ്പ് ഫോട്ടോ. എല്ലാവരും ഉണ്ട് അതില്. ചേട്ടായി, ഇതാണോ നിങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്ന ആ ലേഡി ഗ്യാങ്? അയ്യടാ, ഇത്ര ആണുങ്ങൾ ആ ഫോട്ടോയിൽ നിന്നിട്ട് ആ ലേഡി ഗ്യാങ് മാത്രമേ അവന്റെ കണ്ണിൽ പെട്ടുള്ളൂ. കൗതുക ലേശം കൂടുതലാ, മാപ്പാക്കണം. കഥവ് തുറക്കടാ, നമ്മുടെ ഭാര്യമാര് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതായിരിക്കും. കഥകു തുറക്കാൻ എന്താ ഇത്ര താമസം? ഇവര് കോളേജിൽ കണ്ട അവരല്ലേ? ഇതെന്നാലും എങ്ങനെ സെറ്റാക്കി? അതൊരു സീരീസ് ഓഫ് ബിഗ് ലവ് സ്റ്റോറീസ് ആണ്. അത് പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം. ദേ നോക്ക്, ഇപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു പ്രമോ കാണിച്ചു തരാം. നോക്കി നിന്നതും പെണ്ണിനുള്ളിൽ തന്നെ തിന്നത്തും പിന്നെ കാട്ടടോ മക്കാറും ബുക്കാറും നാളെ കാട്ടടോ നല്ലേ അല്ലേ അല്ലേ ഒത്തുകൂടലേ. Come on everybody.